Hello, welcome to my YouTube channel. So, ഇന്നത്തെ വീഡിയോ +1 സ്റ്റുഡൻസിന് ഇന്നലെയായിരുന്നല്ലോ ഫസ്റ്റ് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. സോ സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഈസി പേപ്പറായിരുന്നു, വലിയ ടഫൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഒരു 2-3 അങ്ങനെ അറിയാതെ തെറ്റിപ്പോയിട്ടുണ്ട് എഴുതിയത്. സോ നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തിൻ്റെ കവിത എന്നാണ് ആൻസർ വന്നിട്ട്. പിന്നെ സെക്കൻഡ് അസ്ലമിനെയാണ്. തേർഡ് ഇത് ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിത് ഡൗട്ട് ഉണ്ടായിരുന്നു, ദിലീപ് കിസ്കെ സാത്ത് സിനിമ ദേഖ്നെ ചല. അപ്പോൾ ഞാനത് പത്നിക്ക് സാത്ത് എന്നാണ് എഴുതിയത്, പക്ഷേ അത് തെറ്റായിരുന്നു. ശരിയുത്തരം സഹേലിക്ക് സാത്ത് എന്നാണ്. അപ്പോൾ അവിടെ ഒരു മാർക്ക് പോയിട്ടുണ്ട്. പിന്നെ നാലാമത്തത് ബിസ്ക്കറ്റാണ്. അപരാധ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അപരാധ് കിസ്കി കഹാനി ഹെ ഉദയ് പ്രകാശ് की എഴുതിയിട്ടുണ്ട്. से 8 तक के प्रश्नों में सी किन्हीं 2 प्रश्नों के उत्तर लिखिए അതാണ്. അതിൽ 2 എഴുതാനുള്ളത്. അപ്പം ഞാൻ ഈ 6th അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 8th അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാത്തക് വാക്യമേ ബദലേൻ്റെ ഗരീബ് വിദ്യാർത്ഥി മദത് മാങ്ങിനെ ആയ, അങ്ങനെയാണ് ഉത്തരം എഴുതിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് വന്നിട്ട്, അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മധുരത്തിൻ്റെ ആസ്വാദന ടിപ്പണി മാത്രമേ ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വന്നപ്പം നന്നായിട്ട് എഴുതി, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ 9ാമത്തെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 10ഉം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 11 ആസ്വാദന ടിപ്പണി എഴുതിയിട്ടുണ്ട്. പിന്നെ 12 മുതൽ 16 വരെ 3 ഉത്തരം എഴുതാൻ ഉണ്ടായത്. ഞാൻ 4 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12ാമത്തെ. അപ്പോൾ പിന്നെ 13ാമത്തെ വന്നിട്ടുള്ളത് ദോഹേൻ്റെ ഭാവാർത്ഥ എഴുതാനാണ്, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ 14 ബീർബൽ സിംഹിൻ്റെ ചരിത്രപര ടിപ്പണിയാണ്. അപ്പം ഞാൻ ഇബ്രാഹിം അലിയുടേതും അതുപോലെ തന്നെ ചോട്ടാബായുടേതാണ് ചരിത്രപര ടിപ്പണി നന്നായിട്ട് നോക്കി പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബീർബൽ സിംഹിൻ്റെ കുഴപ്പമില്ലാത്ത രീതിക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ സഹി മിലാൻ കരയാണ്. അതിലും എന്താ പറയുക, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ജസ്റ്റ് 2 തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ 4 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ നിന്ന് 2 പോയിട്ടുണ്ട്. പക്ഷേ 16 അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ, 16 അറ്റൻഡ് ചെയ്തില്ല. പിന്നെ 17 ഇത് സംക്ഷേപണമാണ് കേട്ടോ. സംക്ഷേപം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ് നോക്കുന്ന ടൈമിൽ സംക്ഷേപം ഞാൻ സ്കിപ്പ് ചെയ്തു, ലാസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഞാനത് നോക്കാൻ മറന്നു. അങ്ങനെ പിന്നെ എക്സാമിന് വന്നപ്പം എനിക്കറിയാവുന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ അറിയില്ല. പിന്നെ 19 മുതൽ 22 വരെ 3 അറ്റൻഡ് ചെയ്യാനാണ്. അപ്പം 19 അറ്റൻഡ് ചെയ്തിട്ടില്ല. 20ാമത്തെ പോസ്റ്ററായിരുന്നു. സോ അത് ചെയ്തിട്ടുണ്ട്. സോ 21ാമത്തതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 22 ഡയറിയാണ്, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 23 മുതൽ 26 വരെ 3 ഉത്തരം എഴുതാനാണ്. അതിൽ 23 സൂചന അധികാര പത്രമാണ്, അത് ചെയ്തിട്ടുണ്ട്. 24 വിജ്ഞാപനമായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. പിന്നെ 25 ഫിൽമിക്ക് സമീക്ഷ ആയിരുന്നു, അത് ഞാൻ ചെയ്തില്ല. പിന്നെ 26ാമത്തതാണ് ചെയ്തത് പരിഭാഷയ്ക്ക്. സോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. ബൈ.